ആത്മഹത്യാ സാധ്യത മുൻകൂട്ടി അറിയാൻ സാധിക്കുമോ? ഇത്തരം ചിന്തയുള്ളവരെ ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് സാധ്യമാണോ? ഒരിക്കൽ ആത്മഹത്യാ ശ്രമത്തിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തി വീണ്ടും ആത്മഹത്യക്ക് ശ്രമിക്കാൻ സാധ്യതയുണ്ടോ? ഇത്തരം സംശയങ്ങൾ നമ്മളിൽ പലർക്കും ഉള്ളതാണ്. മുതിർന്നവരെക്കാൾ കൂടുതൽ കുട്ടികൾക്കിടയിലാണ് ആത്മഹത്യകൾ വർദ്ധിക്കുന്നത് എന്നതാണ് ഏറെ ആശങ്കയുളവാക്കുന്നത്. ഇതിനെല്ലാം ഒരു ബോധവൽക്കരണം വേണമെന്നുള്ള അനിവാര്യത മുൻനിർത്തി എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം സംഘടിപ്പിച്ചു. ആശുപത്രി കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തിയ ചടങ്ങ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ IPS ഉദ്ഘാടനം ചെയ്തു. ആത്മഹത്യ അതീവ ശ്രദ്ധാർഹിക്കുന്ന ഒരു പൊതുജനാരോഗ്യ വെല്ലുവിളിയാണ്. കൃത്യമായി തിരിച്ചറിയുകയും വേണ്ട വിധത്തിൽ ഇടപെടുകയും ചെയ്താൽ പൂർണ്ണമായും ഒഴിവാക്കാവുന്നതാണ് ഓരോ ആത്മഹത്യകളും എന്ന സന്ദേശത്തോടു കൂടിയാണ് എറണാകുളം ജനറൽ ആശുപത്രി ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണം സംഘടിപ്പിച്ചത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം വർഷത്തിൽ ഏകദേശം 7,20,000-ലധികം ജനങ്ങൾ സ്വയം ജീവനൊടുക്കുന്നുണ്ട്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നുള്ള ടാഗ് ലൈൻ മാത്രം പോരാ, ഇത് സ്കൂൾ പാഠവിഷയങ്ങളിൽ ഉൾപ്പെടെ ഉൾക്കൊള്ളിക്കണമെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ IPS പറഞ്ഞു. ഈ ഫിസിക്കൽ വെൽബീയിങ്ങിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതാണ് ഈ മെന്റൽ വെൽബീയിങ് എന്ന് പറയുന്നത്. ഓരോ മൂന്ന് സെക്കൻഡില് ഒരാള് അറ്റംപ്റ്റിംഗ് സൂയിസൈഡ്. അതാണ് ലോകത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ്. ഇപ്പോൾ ഓരോ 40 സെക്കൻഡിൽ ഒരാൾ സൂയിസൈഡ് കൊണ്ട് മരിക്കുകയാണ്. അപ്പോൾ അഡോളസൻസിൽ എടുത്താൽ നമുക്ക് ശരിക്ക് ദിസ് ഇസ് വൺ ഓഫ് ദ മേജർ കോസസ് ഓഫ് ഡെത്ത്. ആൻഡ് ഇതിനകത്തുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ദിസ് ആർ ഓൾ പ്രിവെന്റബിൾ. ഇതെല്ലാം സമയാസമയമായിട്ട് കൈകാര്യം ചെയ്യുക, അത് ഏത് രീതിയിൽ നമ്മൾ നോക്കുക എന്നത് ആ രീതിയിൽ തന്നെ നോക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള എല്ലാ സൂയിസൈഡ്സ് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനകത്ത് there is nothing like accidental in it. ജീവൻ രക്ഷാ ബോധവൽക്കരണ കൈപ്പുസ്തകത്തിന്റെ പോസ്റ്റർ പ്രകാശനവും കമ്മീഷണർ നിർവഹിച്ചു. എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആശാദേവി അധ്യക്ഷത വഹിച്ചു. നമ്മുടെ റിലേഷൻഷിപ്സ് കീപ്പ് അപ്പ് ചെയ്യുക, നമ്മുടെ ലക്ഷറി എന്ന് പറയുന്ന മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, ബന്ധങ്ങളുണ്ട്, സമൂഹത്തിലുണ്ട്, നമ്മളുടെ ചിന്താഗതികളിലുണ്ട്. അങ്ങനെ കൊടുത്തുകൊണ്ട് നമ്മുടെ സമൂഹത്തെ വളരാൻ സഹായിക്കുക. ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ സഹീർ ഷാ മുഖ്യപ്രഭാഷണം നടത്തി. പ്രതിവർഷം 7 മുതൽ 8 ലക്ഷം പേരാണ് ആത്മഹത്യ ചെയ്യപ്പെടുന്നത് ലോകമെമ്പാടും. ഒരു ആത്മഹത്യക്ക് മുമ്പ് 20 അറ്റംപ്റ്റുകളെങ്കിലും ഉണ്ടാകുമെന്ന് കണക്കാക്കപ്പെടുന്നു. ആ 20 അറ്റംപ്റ്റുകൾ പക്ഷേ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളത് ഖേദകരമായ ഒരു വസ്തുത തന്നെയാണ്. ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സയൻസ് ആൻഡ് ടെക്നോളജി, കോതമംഗലം മാർ ഏലിയാസ്, എൽദോമാർ ബെസേലിയോസ്, തേവര സേക്രഡ് ഹെർട്ട്, സെന്റ് ആൽബർട്ട്സ് എന്നീ കോളേജുകളിലെ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പ്രസ്ലിൻ ജോർജ് ദിനാചരണ സന്ദേശം നൽകി. നമ്മുടെ കേരളത്തിലെ എല്ലാ ലിറ്ററസിയും എല്ലാം ടോപ്പ് നമ്പർ 1 ഇന്ത്യയിൽ. പക്ഷേ നമ്മുടെ കാര്യത്തിൽ വരുമ്പോൾ നമ്മുടെ മെന്റൽ ഹെൽത്ത് ലിറ്ററസി വളരെ മോശമാണ്. ജില്ലാ മാനസികാരോഗ്യ പരിപാടി നോഡൽ ഓഫീസർ ഡോക്ടർ ദിയ പാസ്കൽ വിഷയാവതരണം നടത്തി. ഒരു ആത്മഹത്യ നടക്കുന്നത് ഒരിക്കലും ഒരു സാധാരണ മരണം പോലെയല്ല. ഒരാൾ ആത്മഹത്യ, ഒരു കുടുംബത്തിൽ ഒരാളെ നമുക്ക് ആത്മഹത്യയിലൂടെ നഷ്ടപ്പെടുമ്പോൾ ആക്ച്വലി ആ കുടുംബം മുഴുവൻ അതിൻ്റെ അകത്ത് വിക്ടിംസ് ആവുന്ന ഒരു മരണമാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും തീരെ ധൈര്യം ഇല്ലാത്തവരുടെ, മനസ്സ് കട്ടിയില്ലാത്തവരുടെ പരിപാടിയാണിത്, അവർ രക്ഷപ്പെട്ടു പോവല്ലേ. അങ്ങനെയല്ല. വാസ്തവത്തിൽ അത് ഒരു രോഗാവസ്ഥയിൽ എത്തിപ്പെട്ടിട്ട് ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു നിസ്സഹായതയിൽ നിന്നുണ്ടാവുന്ന കാര്യമാണ്. ധൈര്യക്കുറവും നിസ്സഹായതയും രണ്ടാണ്. നമ്മൾ പലപ്പോഴും ഉദ്ദേശിക്കുന്നത് അവരുടെ നിസ്സഹായതയാണെങ്കിലും അത് രണ്ടാണ്. ആത്മഹത്യയെ നമ്മൾ ഒരു ആരോഗ്യ പ്രശ്നം, മാനസിക ആരോഗ്യ പ്രശ്നമായിട്ട് തന്നെ കരുതേണ്ടതുണ്ട്. നിങ്ങളൊരു ഹാർട്ട് അറ്റാക്കിനെയോ, ഇപ്പൊ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ നമ്മൾ അതിനെ ഒരു ആരോഗ്യ പ്രശ്നമായിട്ടാണ് കരുതുക, അല്ലേ? അതൊരാളുടെ കഴിവുറവായിട്ടോ ശ്രദ്ധക്കുറവായിട്ടോ ആരോഗ്യം നോക്കാത്തതുകൊണ്ടുള്ള കാര്യമായിട്ടോ അങ്ങനെയല്ലല്ലോ നമ്മൾ കരുതുക. ചികിത്സ ആവശ്യമുള്ള ഒരു രോഗമായിട്ടാണ് കരുതുക. അതേ ഒരു കാഴ്ചപ്പാട് ആത്മഹത്യകളോടും വേണ്ടതുണ്ട്. ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആരതി കൃഷ്ണൻ, ജില്ലാ മെഡിക്കൽ ഓഫീസർ അഡീഷണൽ ഡോക്ടർ ആശ KK, ജില്ലാ മെഡിക്കൽ ഓഫീസർ അഡീഷണൽ ഡോക്ടർ രാജൻ KR, ജില്ലാ RCH ഓഫീസർ ഡോക്ടർ MS രശ്മി, സൈക്കാട്രി വിഭാഗം ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സ്മിത N, മൈത്രി ഫൗണ്ടേഷൻ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ലിറ്റോ പാലത്തിങ്കൽ, ജനറൽ ഹോസ്പിറ്റൽ RMO ഡോക്ടർ അമീറ K തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് എറണാകുളം ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികളുടെ ബോധവൽക്കരണ സ്കിറ്റും അരങ്ങേറി. മാറുന്ന കാഴ്ചപ്പാടുകൾ എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഇത് ഉൾക്കൊണ്ട് തന്നെ ഓരോ വ്യക്തികൾക്കും ജീവിത പ്രശ്നങ്ങളിൽ നിന്നും കരകയറാൻ സാധിക്കട്ടെ. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ആരും വീണുപോകും. The Salt Restaurant, തോപ്പുംപടി, കാക്കനാട് ആൻഡ് പനപ്പള്ളി നഗർ.